വിവാദ സിനിമ കേരള സ്റ്റോറി 2 ഇന്ന് ഹൈക്കോടതി കാണും. സിനിമ കണ്ട് പ്രദർശന അനുമതി സംബന്ധിച്ച കാര്യങ്ങൾ വിലയിരുത്താമെന്നാണ് കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. സിനിമ കേരളത്തെ മോശമായി ചിത്രീകരിക്കുന്നതാണെന്ന് ആരോപിച്ച് നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴാണ് സിനിമ കാണാൻ കോടതി തയ്യാറായത്. സിനിമയുടെ ടീസർ നീക്കം ചെയ്യാമെന്ന് നിർമ്മാതാക്കൾ കോടതിയെ അറിയിച്ചിരുന്നു. കിരൺ ചേരുകയാണ്. കിരൺ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ കേരളത്തെ വർഗീയതയുടെ നാടൊക്കെയാക്കി മാറ്റുന്നു, മതപരിവർത്തനത്തിൻ്റെ നാടാക്കി മാറ്റുന്നു എന്നാണ് പ്രധാനമായും ഹർജിക്കാരൻ ഉന്നയിക്കുന്ന ആക്ഷേപം, അല്ലെങ്കിൽ ഹർജിക്കാരൻ ഉന്നയിക്കുന്ന കാര്യം. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞതാണ് ഉള്ളടക്കം കണ്ടതിന് ശേഷം തീരുമാനിക്കാം എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഹർജിക്കാരൻ ഉന്നയിച്ചതുപോലെയുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ സെൻസർ സർട്ടിഫിക്കറ്റ് നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? ലിജിൻ, ഈ സിനിമയുടെ സെൻസർ തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്, അതായത് പ്രദർശനാനുമതി തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയിട്ടുള്ള ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത്. ഇന്നലെ ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് കോടതി ഇതിനെതിരെ വലിയ കാര്യങ്ങൾ, അതായത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് ഈ സിനിമയുടെ ടീസറിൽ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ അത് കേരളത്തിൽ നടക്കുന്നതാണ് എന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള ഒരു ശ്രമമുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും ഹർജിക്കാരൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ മതേതര മൂല്യങ്ങളെ തകർക്കുന്നതാണ് സിനിമയുടെ ഉള്ളടക്കം എന്നടക്കമുള്ള ആരോപണങ്ങൾ ഈ ഹർജിക്കാർ ഉന്നയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ സിനിമ നേരിട്ട് കണ്ടതിന് ശേഷം ഇതിന്റെ ഉള്ളടക്കം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് തീരുമാനമെടുക്കാം എന്നുള്ളൊരു കാര്യം നേരത്തെ ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. ഈ ഹർജിക്കാർ സൂചിപ്പിക്കുന്നത് പോലെ തന്നെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ തന്നെ ദോഷമായി ബാധിക്കുമെന്നുള്ളൊരു കാര്യമാണ് ഇന്നലെ വാക്കാൽ കോടതി പറഞ്ഞിരുന്നത്. കൂടാതെ കേരളത്തിലുള്ള ജനങ്ങളുടെ ആശങ്ക അത് പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയുടെ ഉള്ളടക്കം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സിനിമ കാണാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയിരുന്നത്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചായിരുന്നു ഈ ഹർജി പരിഗണിച്ചിരുന്നത്. അദ്ദേഹം നേരിട്ട് സിനിമ ഇന്ന് കാണുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവും. ഇന്ന് ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഈ സിനിമ കാണുന്നതിന് വേണ്ടിയുള്ള സമയവും സ്ഥലവും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം എന്നുള്ളൊരു കാര്യമാണ് നിർമ്മാതാക്കളോട് അറിയിച്ചിരുന്നത്. ഈ ഹർജിക്കാർ ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടെങ്കിൽ ഈ സിനിമയുടെ ടീസർ പിൻവലിക്കണം എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ കോടതി പറഞ്ഞിരുന്നതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ടീസർ പിൻവലിക്കാം എന്നുള്ളൊരു കാര്യം നിർമ്മാതാക്കളായിട്ടുള്ള സൺഷൈൻ പിക്ചേഴ്സും അറിയിച്ചിരുന്നു. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഏത് തരത്തിലുള്ള നടപടി ഈ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഇന്ന് ഹൈക്കോടതിയിൽ ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് നിർമ്മാതാക്കൾ വ്യക്തമാക്കും. ശരി, എന്തായാലും കേരള സ്റ്റോറി 2 ഇന്ന് കോടതി കാണുകയാണ്. അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നത് കണ്ടതിന് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. കിരണായിരുന്നു വിവരങ്ങൾ നൽകിയത്.